കണ്ണൂർ സെൻട്രൽ ജയിലിൽ വിപുലമായ സുരക്ഷാ ഓഡിറ്റിംഗിന് തീരുമാനം. ജയിലിന്റെ മതിലുകളെല്ലാം പഴകി ഫെൻസിംഗിൽ വൈദ്യുതി പോലും കടത്തിവിടാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കുന്നതിനൊപ്പം നിലവിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും സാധ്യതയുണ്ട്. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച വലുതാണെങ്കിലും അവിടുത്തെ മറ്റ് സംവിധാനങ്ങളും ഏറെ പരിതാപകരമാണ്. ആഞ്ഞു തള്ളിയാൽ നിലം പതിക്കുന്ന മതിലുകൾ. ഫെൻസിംഗിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ മതിലടക്കം ഷോക്കേൽക്കുന്ന സ്ഥിതി. പലയിടത്തും മിഴിയടച്ച CCTV ക്യാമറകൾ. ഇത് സദാസമയം നിരീക്ഷിക്കേണ്ട ജീവനക്കാരന് തടവുകാരുടെ എസ്കോർട്ട് ഡ്യൂട്ടി. അങ്ങനെ തൊട്ടതെല്ലാം പിഴച്ചു നിൽക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ഇത് വിശദമായി പരിശോധിക്കാനും തിരുത്തൽ നടപടി സ്വീകരിക്കാനുമാണ് ജയിൽ വകുപ്പ് ഒരുങ്ങുന്നത്. വൻവീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് DIG ജയിൽ മേധാവിക്കും നൽകിയിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം വലിയ നാണക്കേടാണ് ജയിൽ വകുപ്പിന് ആകെ ഉണ്ടാക്കിയത്. ഇതിൽ കൂടുതൽ പേർക്കെതിരെ നടപടി വേണമെന്നും വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജീവനക്കാർ വർഷങ്ങളോളം ഒരേ ജയിലിൽ തന്നെ തുടരുന്നത് തടയും. ഉദ്യോഗസ്ഥ തലത്തിൽ വ്യാപക അഴിച്ചുപണിയാണ് വരാൻ പോകുന്നത്. 3 വർഷത്തിൽ കൂടുതൽ ഒരു ജീവനക്കാരനെയും ഒരേ ജയിലിൽ തുടരാൻ അനുവദിക്കില്ല. പേരിന് ജയിൽ മാറി വീണ്ടും അതേ ജയിലിൽ തിരിച്ചെത്തുന്ന രീതിയും മാറ്റും. തടവുകാരുമായി വഴിവിട്ട ബന്ധം ഏതെങ്കിലും ജീവനക്കാരന് ഉണ്ടോ എന്നതിൽ വിശദമായ അന്വേഷണം നടത്തും. കൃത്യമായ സുരക്ഷാ ഓഡിറ്റിംഗിനൊപ്പം ജയിലിനെ അടിമുടി ശുദ്ധീകരിക്കാനുള്ള തീരുമാനത്തിലാണ് ജയിൽ വകുപ്പ്. മുഖ്യമന്ത്രി തന്നെ ഇതിനുവേണ്ട നിർദ്ദേശങ്ങളും നൽകിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.